ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് എലിയറക്കിൽ നിന്നും നമ്മൾ കല്ലേലി വഴി പോകുന്ന വഴിക്ക് ഇടയിലുള്ള അതിരിങ്കൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കാം. ഇവിടേക്ക് എത്തിച്ചേരാനുള്ള വഴികളെന്ന് പറയുന്നത് കോന്നി എലയറക്കൽ കല്ലേലി വഴി നമുക്കിവിടെ വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാൻ പറ്റുന്നൊരു വേറൊരു വഴിയുണ്ട്, പാടം മാങ്കോട് അതിരിങ്കൽ വഴി ഇവിടെ വരാം. ഇത് കുളത്തുമൺ വഴിയൊക്കെ ഇതുവഴി വരാം. അത് കഴിഞ്ഞ് പിന്നെ രാജഗിരി അതിരിങ്കൽ വഴി ഇവിടെ വരാം. അങ്ങനെ ഒരു 3-4 വഴികൾ നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരുവാനുണ്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി എന്ന് പറയുന്നത് കല്ലേലിയിൽ നിന്നും അതിരിങ്കിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇതിപ്പോൾ നേരെ കാണുന്ന വഴി കല്ലേലി പോകുന്നത്. ഇങ്ങോട്ട് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ അതിരിങ്കിൽ. ഇനി ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോകണം. ആ 3 കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമ്മളെ അതിരിങ്കൽ വെള്ളച്ചാട്ടം കാണുന്നത്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മുകളിലോട്ടാണ് പോകണം. ഇവിടെ നിന്ന് നമുക്കൊരു 1/2 കിലോമീറ്ററോളം മുകളിലോട്ട് പോയി നടന്നെങ്കിൽ ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മേളിൽ പോയി വെള്ളച്ചാട്ടം കാണാം. ഓക്കെ, അങ്ങനെ നമ്മള് ഒരുപാട് നടന്നു കേട്ടോ, നല്ല ദൂരമുണ്ട് ഇവിടെ വരെ വരാൻ. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് വെള്ളച്ചാട്ടത്തിലോട്ട് എത്തി. വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കേട്ടോ. ഇതങ്ങനെ ഒരുപാട് പേർക്ക് അറിയത്തില്ല ഈ സ്ഥലം. റിസ്ക് അവിടെ കയറി വരുന്നത്. സ്ഥലമൊക്കെ വിട്ട് കുറച്ച് ദൂരെ, മെയിൻ റോഡ് വിട്ട് കുറെ ഉള്ളിൽ കയറി വരണം ഈ സ്ഥലം. ചേട്ടത്തിന്റെ പരിസരത്ത് പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നുമില്ല. കയറി വരാനൊക്കെ ശകലം ഇച്ചിരി പാടാണ്. റബ്ബറും തോട്ടത്തിന്റെ സൈഡിൽ കൂടെ ഒക്കെ വേണം കയറി വരാൻ. പിന്നെ നല്ല ഫോട്ടോജനിക്കായിട്ടുള്ള സ്ഥലമാണ്. വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്ന് വീഡിയോ ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ഏകദേശം 20 അടിയോളം ഹൈറ്റ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാണുമ്പോഴും അങ്ങനെ 20 അടിയുടെ ഹൈറ്റ് നമുക്ക് തോന്നുന്നുണ്ട്. കാണാനൊരു നല്ല രസമാണ് കേട്ടോ. നല്ല മഴയുള്ള സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് വെള്ളം ഇപ്പോൾ കാണുന്നതിനെക്കാട്ടിൽ ഒരുപാട് വെള്ളം ആ സമയത്തുണ്ടാകും. അപ്പോഴാണ് ഇതിൻ്റെ ഒരു പിന്നെ യഥാർത്ഥ ഭംഗി കാണാൻ സാധിക്കുന്നത്.